ഹായ് വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് UPSC 2025 വേണ്ടിയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻ്റ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അത് റീസ്റ്റാർട്ട് IAS എന്നാണ്. കാരണം നമുക്കറിയാം ഈ 12th ഫെയിൽ സിനിമയ്ക്ക് ശേഷം ഭയങ്കര പോപ്പുലറായ ഒരു പേരാണ് റീസ്റ്റാർട്ട്. സോ എനിക്കും തോന്നി നമ്മൾ 2025 എക്സാമിലേക്ക് ട്രൈ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി റീസ്റ്റാർട്ട് തന്നെയാണ് ഏറ്റവും നല്ല പേരെന്ന്. പക്ഷേ ഇതൊരു ക്ലാസ് ഓറിയൻറ്റഡ് ബാച്ച് അല്ല. നമ്മളിതിൻ്റെ ഫീച്ചേഴ്സ് പറയാനാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. റീസ്റ്റാർട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിപ്പീറ്റേഴ്സാണ്. അതായത് നമ്മൾ പൊതുവേ എൻട്രൻസിനൊക്കെയാണ് റിപ്പീറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഒരു പ്രിലിംസിലോ ഒരു മെയിൻസിലോ തോക്കുന്നത് വലിയ ഡിഫിക്കൽട്ടായ കാര്യം തന്നെയാണ്. കാരണം അത് ഇമോഷണലി ഭയങ്കര ഡിഫിക്കൽട്ടാണ് UPSC പ്രിപ്പയർ ചെയ്യുമ്പോൾ. കാരണം ഒരു വർഷത്തെ തോൽവി എന്ന് പറയുന്നത് നമ്മൾ ഇമോഷണലി ഒക്കെ കംപ്ലീറ്റ്ലി തകർത്ത് കളയും. അപ്പോൾ അതിനു വേണ്ടി 25ലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ റീസ്റ്റാർട്ട് ബാച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ആസ്പിറൻസിൽ കണ്ട ചലഞ്ചസ് ആണ് ഞാനിവിടെ നോട്ട് ചെയ്തത്. അതിൻ്റെ ബേസിസിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ പലരും എവിടെയൊക്കെയോ ഈ പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ചു തുടങ്ങുമെങ്കിൽ നമ്മൾ പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട് കംപ്ലീറ്റ്ലി അങ്ങ് പഠിച്ചു പോകും. എല്ലാം ഒരു ഏത് കാര്യം പഠിച്ചാലും ഒരു MCQ ലെവലിലാണ് നമ്മളതിനെ കാണുക, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ അതെങ്ങനെ സോൾവ് ചെയ്യണം അങ്ങനൊരു മോഡിലേക്ക് പോകും. എവിടെയോ നമ്മുടെ മെയിൻസ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്, ഈ മെയിൻസ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് ഒന്നും ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 2 പേജ് എഴുതാൻ തരികയാണ്, ഒരു ചോദ്യം തരികയാണ്. അപ്പോൾ ആ ചോദ്യത്തിന് നമ്മൾ MCQയിൽ നമുക്ക് പോയിന്റ് എലിമിനേറ്റ് ചെയ്താൽ മതി. മെയിൻസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് മൊത്തം ഇതിന് 2 പേജ് എഴുതണമെങ്കിൽ അത്രയും പോയിന്റ് വേണം. പലപ്പോഴും ആ ഒരു രീതിയിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് അവിടെ വലിയൊരു ഫാക്ടറാണ്. നമ്മുടെ തോട്ട് പ്രോസസ്സേ നമുക്കില്ല. എല്ലാം ഒരു MCQ ബേസിസിൽ നമുക്ക് എലിമിനേഷൻ ടെക്നിക്കുകളാണ് നമ്മൾ പഠിച്ചത്. ആ തോട്ട് പ്രോസസ്സ് ഉണ്ടെങ്കിലേ അങ്ങനെ ചിന്ത വരൂ. ഇനി ആ സംഭവം വന്നാൽ തന്നെ നമുക്കതിനെ എഴുതാനുള്ളൊരു സ്കില്ലും സ്പീഡും ക്ലാരിറ്റിയും ഒക്കെ വേണം. ഇതൊക്കെ ഒരു ചലഞ്ചാണ്. ഒരു പേജ് നമുക്കൊരു 4 മിനിറ്റോ അല്ലെങ്കിൽ 4.5 മിനിറ്റിനൊക്കെ താഴെ നമുക്ക് എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ UPSC പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അതൊരു 360 ഡിഗ്രി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിരിക്കണം. അത് പ്രിലിംസിന് വേണ്ടി കുറച്ച് പഠിച്ചു, നിങ്ങൾ പ്രിലിംസ് പാസ്സായി, മെയിൻസ് തോക്കും. അടുത്ത കൊല്ലം മെയിൻസിന് വേണ്ടി നന്നായി എഴുതി പഠിച്ചു, അപ്പോൾ പ്രിലിംസ് തോക്കും. അപ്പോൾ ഇതൊരു സീരീസ് അല്ല. അപ്പോൾ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏക സൊല്യൂഷൻ. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ വിചാരിച്ചൊരു കാര്യമാണ്, നമ്മളിനി എല്ലാം കൊണ്ടും എല്ലാവർക്കും ക്ലാസ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല. എല്ലാവർക്കും തോക്കുന്നതിൻ്റെ അർത്ഥം അവർക്ക് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം എന്നില്ല. കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ എവിടെയൊക്കെയോ നമുക്ക് പ്രാക്ടീസ് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് ഈ റീസ്റ്റാർട്ടിൻ്റെ ഷെഡ്യൂൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ റീസ്റ്റാർട്ട് കൊണ്ടുവന്നത്. ഇതൊരു 3-in-1 ഷെഡ്യൂളാണ്. ഇതിൻ്റെ 3-in-1 ഷെഡ്യൂൾ എന്ന് പറയാൻ കാരണം നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിനകത്തൊരു 3-in-1 ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസ്റ്റാർട്ടിൽ ഇതേപോലെ കംപ്ലീറ്റ്, അതായത് GSൻ്റെ കംപ്ലീറ്റ് സിലബസ്, മെയിൻസ് മാത്രമല്ല പ്രിലിംസ് ലെവലിലും മെയിൻസ് ലെവലിലും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ മുഴുവൻ ടോപ്പിക്കും റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ്, പ്രിലിംസിൻ്റെ മേജർ ടോപ്പിക് ആയിട്ടുള്ള നമ്മൾ വരുന്ന ടോപ്പിക്കും മെയിൻസിന് ആവശ്യമുള്ള ഇൻ്റർനാഷണൽ റിലേഷൻസ്, എത്തിക്സ്, വേൾഡ് ഹിസ്റ്ററി, സൊസൈറ്റി, ഇൻറ്റേർണൽ സെക്യൂരിറ്റി, അങ്ങനത്തെ കുറേ ടോപ്പിക്കുകളെല്ലാം അടുത്ത UPSC 25 നിങ്ങൾ എഴുതുന്ന സമയത്ത് അതിൻ്റെ മെയിൻസ് ഏതാണ്ട് സെപ്റ്റംബർ 1st വീക്ക് വരെയുള്ള കണ്ടന്റിനെ മുഴുവൻ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം മൈക്രോ ടോപ്പിക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം. മൈക്രോ ടോപ്പിക്സ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിലൊരു ഷെഡ്യൂളിൻ്റെ സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ടാസ്കും കൃത്യമായി എഴുതിയിട്ടുണ്ട്. phase 1, phase 2 എന്ന് പറഞ്ഞിട്ട് ഓരോ ഫേസും നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. എത്ര ദിവസം സമയം ഇതിന് വേണം എന്നുള്ളതും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒക്ടോബർ 5-ാം തീയതിയാണ് ഇത് തുടങ്ങുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ലേറ്റ് ആവും. നമ്മൾ ഒക്ടോബർ തൊട്ട് മാർച്ച് 15 വരെയാണ് നമ്മുടെ കട്ട് ഓഫ് ഡേറ്റ്. ഒക്ടോബർ തൊട്ട് മാർച്ച് 15-ാം തീയതി വരെയാണ് നമ്മുടെ കട്ട് ഓഫ് ഡേറ്റ്. സോ ഇതിനുള്ളിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇത്ര ദിവസങ്ങളുണ്ട്. ഈ ഒക്ടോബർ മാർച്ച് 15-നുള്ളിൽ നമ്മുടെ ആൻസർ റൈറ്റിങ്ങും ഈ റീസ്റ്റാർട്ടിലുള്ള ആൻസർ റൈറ്റിങ്ങും നമ്മൾ ഇതുവരെ പഠിച്ച മേജർ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് മാർച്ച് 15 എന്നൊരു കട്ട് ഓഫ് ഡേറ്റ്, ഞാൻ കട്ട് ഓഫ് ഡേറ്റ് ഇട്ടിട്ടില്ല, ഡേയ്സേ ഇട്ടിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 3 എന്നുള്ളത് 4 ആകാം, പക്ഷേ അത് 5 or 6 ആയി പോകരുത്. 3 എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്ക് പഠിക്കാൻ 3 ദിവസം മതി എന്നുള്ള കണക്കിലാണ് ഞാനത് ഇട്ടിരിക്കുന്നത്. അത്തരത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ എക്സാം തൊട്ട് താഴെ കിടക്കുന്നുണ്ടോ, phase 2 മെയിൻസിൻ്റെ ഒരു ബേസിക് ടെസ്റ്റ് ഉണ്ട്, ബേസിക് ടെസ്റ്റ് 2 ഉണ്ട്, എസ്സേയുടെ ഒരു ബേസിക് ടെസ്റ്റ് ഉണ്ട്. സോ
ഈ റീസ്റ്റാർട്ട് തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ ആൻസർ റൈറ്റിംഗ് വെച്ചിട്ടാണ്. നിങ്ങൾ അതും വലിയ വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫിസിക്കൽ ഫെഡറലിസവും കോൺസ്റ്റിറ്റ്യൂഷണലിസവും ഒന്നും അല്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ അറിയൂ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുന്ന ഒരു ലെവലിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ആദ്യത്തെ ക്ലാസ് തന്നെ യു റൈറ്റ് അബൌട്ട് കോപ്പറേറ്റീവ് ഫെഡറലിസം ആൻഡ് ഹൗ ഇസ് ഫിസിക്കൽ ഫെഡറലിസം, ക്വാസി ഫെഡറലിസം ഒക്കെ ചോദിച്ച് പോളിറ്റി ആൻസർ ഒന്നും എഴുതി ബുദ്ധിമുട്ടണ്ട, സിമ്പിളായിട്ട് എഴുതി തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലായിരിക്കും ഇത് ഉണ്ടാവുക. ആപ്പിൽ തന്നെ ഈ നോട്ടായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിനൊരു ദിവസമുണ്ട്, 3 ദിവസം സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ തീർക്കാൻ നോക്കുക. എന്നാലും എക്സ്റ്റെൻഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് എത്താനുള്ള സമയം മാർച്ച് 15 വരെ സമയമുണ്ട്. അതിനുള്ളിൽ മേജർ ആയിട്ടുള്ള പ്രിലിംസിന് റെഡി ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ചെയ്യുക. മാർച്ച് 15 ആൻസർ റൈറ്റിംഗ് നിൽക്കുകയാണ്, ആൻസർ റൈറ്റിംഗ് ഫിനിഷ് ചെയ്യുകയാണ്. പിന്നെ മാർച്ച് 16 മുതൽ മെയ് 20 വരെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രിലിംസ് എക്സാംസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റീസ്റ്റാർട്ടിൻ്റെ ഷെഡ്യൂളിൽ ഏതാണ്ട് 50 എക്സാംസ് ഉണ്ട്. CSAT കൂട്ടാണ്ട് 50 എക്സാംസ് ഉണ്ട്. മൈക്രോ എല്ലാം ചേർത്തിട്ടാണ് 50 എക്സാംസ് വരുന്നത്. ഈ എക്സാം നമ്മൾ മാർച്ച് 16 തൊട്ട് മെയ് 20 ആകുമ്പോൾ പിന്നെ ഫുൾ NCERTയുടെ റിവിഷൻ ടെസ്റ്റ് ഒക്കെ ആ സമയത്താണ്. കംപ്ലീറ്റ് ഫുൾ ടെസ്റ്റ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് എക്സാംസ് നമ്മളിവിടെ എഴുതി തീർക്കണം. അത് കഴിയുന്നത്ര നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എഴുതി തീർക്കാൻ പറ്റിയാൽ അത്രയും നല്ല കാര്യം. അതേപോലെ മെയിൻസിനും ഇതേപോലെ ബേസിക് സാധനങ്ങളാണ്. ഇപ്പോൾ ഉണ്ടോ മെയിൻസ് ബേസിക് ടെസ്റ്റ് എല്ലാം കൂടെ 70 എക്സാംസ് ഉണ്ട്. ഈ 70 കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഇത് ഫുൾ ടെസ്റ്റ് എല്ലാം കൂടെ മാത്രമല്ല, ആദ്യം ബേസിക് ടെസ്റ്റ് ഉണ്ട്, പിന്നെ മൈക്രോ ടെസ്റ്റ് ഉണ്ട്, പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് എക്സാം ഉണ്ട്, പിന്നെ ടോപ്പിക് എക്സാംസ് ഉണ്ട്, പിന്നെ 10 ക്വസ്റ്റ്യൻ എഴുതുന്ന സംഭവമുണ്ട്, പിന്നെ 20 ക്വസ്റ്റ്യൻ എഴുതിക്കുന്ന ലെവല് ഫുൾ ടെസ്റ്റ്. അങ്ങനെ ഫുൾ ടെസ്റ്റ് കുറേ ഉണ്ട്. നിങ്ങൾ ആദ്യം 20 ക്വസ്റ്റ്യന് പോയിട്ട് ആദ്യം 2 ക്വസ്റ്റ്യൻ എഴുതി പഠിച്ച് സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്ത് പിന്നെ എങ്ങനെ ആൻസർ റൈറ്റിംഗ് വേണം, എങ്ങനെയാണ് ഒരു ആൻസർ എഴുതേണ്ടത് എന്ന് പറയുന്ന വീഡിയോസ് ഒക്കെ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഷെഡ്യൂളാണ് നമ്മൾ അടുത്ത മാർച്ച് 15 ഇത്രയും കട്ട് ഓഫ് ഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞ് ഇത് അടുത്ത ഇനിയുമുണ്ട്. കണ്ടോ, ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് ഇതിനകത്ത്. ഇപ്പോൾ ഇത് ഫേസ് നമ്പർ 13 ആണ്. ഫേസ് നമ്പർ 12 കണ്ടോ, യൂണിയൻ പോളിറ്റിയിലൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ഇതിൽ മെയിൻസ് എക്സാം ഉണ്ട്, ഇതിന് പ്രിലിംസും ഉണ്ട്. ആൻഡ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് അടുത്ത ഇതിൽ കാണാൻ പറ്റും. ഈ ഷെഡ്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സെഷന് അവസാനവും നമുക്ക് ഇതേപോലെ ഒരു ക്ലാസ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അതായത് 2 ഫാക്ടേഴ്സാണ് ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നത്. ഈ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഒരു ടോപ്പിക് സ്ട്രാറ്റജി ക്ലാസ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ഒരു സ്ട്രാറ്റജി ക്ലാസ് ഉണ്ടാവും. ഞാനത് എടുത്ത് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്ട്രാറ്റജി ക്ലാസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇപ്പോൾ നിങ്ങളൊരു ഏരിയ കണ്ടു, ദ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, പാർലമെൻറ്റ്, അങ്ങനത്തെ ഒരു ഏരിയ വരുമ്പോൾ ഒരു സ്ട്രാറ്റജി ക്ലാസ് എന്ന രീതിയിൽ ആ സ്ട്രാറ്റജി ക്ലാസ്സിൽ നമ്മൾ പറയും ഈ ഏരിയയിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം, ഈ ഏരിയയിൽ ഇങ്ങനെയൊക്കെ. ഉദാഹരണം പ്രസിഡന്റ് ഏരിയ പഠിക്കുമ്പോൾ ദ പാർഡനിങ് പവർ ഓഫ് ദ പ്രസിഡന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. കാരണം പ്രിലിംസിന് പാർഡനിങ് പവർ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് പാർഡനിങ് പവർ ഓഫ് ദ ഗവർണറും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഏരിയ സ്ട്രാറ്റജി ക്ലാസ് എന്നുള്ളത് ഈ ഏരിയ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രാറ്റജി ക്ലാസ് കണ്ടിട്ട് വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ സ്ട്രാറ്റജി ക്ലാസ് കാണണം. ഒരു ടോപ്പിക് എടുത്തു, ഇപ്പോൾ ഫേസ് 13 ഡിക്ലൈൻ ഓഫ് മുഗൾ എംപയർ എന്ന് പറയുന്നതിന് ഒരു സ്ട്രാറ്റജി സെഷൻ ഉണ്ട്. ഇതെങ്ങനെയാണ് ഈ ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു സ്ട്രാറ്റജി ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 4 ദിവസം സമയമാണ് ഇതിനകത്തിട്ടിരിക്കുന്നത്. ശരിക്കും 4 ദിവസം മതി. ഫുൾ ഡേ നമ്മൾ നല്ലോണം പഠിക്കുകയാണെങ്കിൽ 4 ദിവസം കൊണ്ട് ഈ ടോപ്പിക്ക് പഠിച്ചു തീർക്കാം. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മെയിൻസും പ്രിലിംസും സമയമെടുത്ത് ചെയ്ത് തീർക്കാനുള്ള ഒരു ടൈം ഇതിനകത്തുണ്ട്. അപ്പോൾ അത് നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ആൻഡ് ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം മെയിൻസ് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റീസ്റ്റാർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ് ഉള്ളതുകൊണ്ട് ഓരോ മെയിൻസ് എക്സാം കഴിയുമ്പോഴും ആ മെയിൻസ് എക്സാമിൻ്റെ കംപ്ലീറ്റ് വീഡിയോ എക്സ്പ്ലനേഷൻ ഇതിൽ കാണുന്ന പോലെ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാലോ നമ്മളിത് എങ്ങനെയാണ്, നമ്മൾ ചെയ്ത് ശരിയാണോ, നമ്മൾ എഴുതിയത് തെറ്റാണോ, ഈ പോയിൻ്റൊക്കെ നമ്മൾ ഉൾപ്പെടുത്തായിരുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു സെൽഫ് സ്റ്റഡി സാധനത്തിൽ നമുക്ക് പോകാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് ആക്ച്വലി ദെയർ ഇൻ ദിസ്. ആൻഡ് അതിനുശേഷം പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഇത്രയൊക്കെ ചെയ്താലും നമ്മുടെ പഠിത്തം ശരിയായോ. നമ്മൾ റീസ്റ്റാർട്ടിൽ കൊണ്ടുവരുന്ന കാര്യമാണ് 3 ട്രാക്കർ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഡൗൺലോഡ് ചെയ്യാം. ആപ്പിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അയച്ചു തരാവുന്നതേ ഉള്ളൂ. പ്രിലിംസ് ട്രാക്കർ, ഓരോ എക്സാം കഴിയുമ്പോഴും പ്രിലിംസിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ട്രാക്കർ ഉണ്ട്. ആ അനലിറ്റിക്സിൻ്റെ ഫോമാണ്. അത് നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളോട് തന്നെ ചോദിക്കണം, എന്തുകൊണ്ട് എനിക്ക് ആ മാർക്ക് കിട്ടിയില്ല, അതെൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് MCQൻ്റെ ഒരു
മാക്സിമൈസേഷന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. മെയിൻസ് ട്രാക്കറിലും നിങ്ങൾ നിങ്ങളുടെ എഴുത്തിൻ്റെ ഫീഡ്ബാക്ക് എഴുതണം, ആ സ്പീഡ് കൊണ്ടുവന്നു. ഈവൻ ഓരോ ആൻസറിലും നമ്മൾ എഴുതുമ്പോൾ ടൈം ചെയ്ത് എഴുതാൻ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ ടൈം ചെയ്യുമ്പോൾ എത്ര ടൈമിലെത്തി, അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സ്പീഡ് ബിൽഡ് ചെയ്യണം. റിഫൈൻമെൻറ്റ് മാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിന് വേണ്ടിയാണ്. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് അത് ആ ട്രാക്കർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് ഡൗൺലോഡിന് തരാം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ അനലറ്റിക്സ് പാർട്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്, നിങ്ങൾ ശരിയായ ദിശയിലേക്ക് പോകുന്നുണ്ടോ. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മെഷർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉഴപ്പുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ടൈം പോവാണ്, ഞാൻ എവിടെ എത്തുന്നില്ല എന്ന് പറയുന്നൊരു വലിയൊരു ഫാക്ടറും കൂടെ ഉണ്ട്. ആൻഡ് ഇതൊക്കെ പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് റീസ്റ്റാർട്ടിൻ്റെ കോഴ്സിൽ നിങ്ങൾ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ലൈവ് നാഷണൽ ബാച്ച് ഉണ്ട് ഇംഗ്ലീഷിൽ പോകുന്നത്. അതിൽ എല്ലാ ആഴ്ചയിലും കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഉണ്ട്, എഡിറ്റോറിയൽ സമ്മറി ഉണ്ട്, ക്ലാസ് നോട്ട്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ മാഗസീൻസ് ഉണ്ട്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണാം. പിന്നെ CSAT വലിയൊരു ചലഞ്ചാണെന്ന് എനിക്കറിയാം പല ആൾക്കാർക്കും. അതിനാണ് നമ്മുടെ CSATൻ്റെ ലൈവ് ക്ലാസ് ഉണ്ട്. എല്ലാ വീക്കെൻഡിലും CSATൻ്റെ കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സും പ്രാക്ടീസ് ടെസ്റ്റും ഇതൊക്കെ വേറെയാണ്. ഈ ടെസ്റ്റുകളെല്ലാം വേറെയാണ്. അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്ത് എല്ലാത്തിൻ്റെ ആക്സസ് റീസ്റ്റാർട്ടിൽ കിട്ടുന്നുണ്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് റീസ്റ്റാർട്ടിൻ്റെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ആപ്പിലാണ് കാണുന്നെങ്കിൽ ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് IAS Factor ഡൗൺലോഡ് ചെയ്താൽ ഇപ്പോൾ റീസ്റ്റാർട്ട് സെക്ഷനിൽ നമ്മൾ ഈ വീഡിയോസൊക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ കോഴ്സിനെ നിങ്ങളുടെ ടൈമിലേക്ക് കൊണ്ടുവരിക. ഡെഡ് ലൈൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത് എന്ത് സംഭവിച്ചാലും March 15 നമ്മുടെ ആൻസർ റൈറ്റിങ്ങിൻ്റെ മേജർ കാര്യങ്ങളെല്ലാം അതിൽ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ആൻസർ റൈറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ എത്ര എക്സാംസ് ആണ് മെയിലുള്ളത്, എത്ര എക്സാംസിൻ്റെ ലിസ്റ്റ് ഉണ്ട്. മെയിൻസ് കഴിഞ്ഞാൽ June 1, പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസിന് June 1 വീക്ക് തൊട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് സ്റ്റാർട്ട് ആവുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. യു വിൽ ഹാവ് എ കംപ്ലീറ്റ് ഐഡിയ വാട്ട് ആർ ദ ടോപ്പിക്സ് വിച്ച് വിൽ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ആഫ്റ്റർ ദ പ്രിലിംസ്. അതിൻ്റെ ഷെഡ്യൂളും കൃത്യമായിട്ട് നമുക്കുണ്ടാവും. സോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിതിന് ഇനി വേറൊന്നും ചെയ്യേണ്ട. ഈ ടോപ്പിക്കിന് ഡെഡിക്കേറ്റ് ചെയ്ത് ഈ ട്രാക്കർ ഫില്ല് ചെയ്ത് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാൻ പറ്റും. ഉറപ്പായിട്ടും മെയിൻസ് നന്നായിട്ട് എഴുതാൻ പറ്റും. ആൻഡ് അതിനെക്കാട്ടും കൂടുതൽ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് റീസ്റ്റാർട്ടിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതാണ് റീസ്റ്റാർട്ട്. ഇനി അടുത്ത സെഷനിൽ ഇത് എന്താണ്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള വീഡിയോ കൂടെ ഞാൻ എടുത്തു തരാം. സോ ഐ തിങ്ക് ഇനി ഡെഫിനറ്റ്ലി യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ ഫോർ ദ റീസ്റ്റാർട്ട് ഓൾസോ. ഇനി റീസ്റ്റാർട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഈ വീഡിയോയുടെ താഴെ തന്നെ ഇതിപ്പോൾ വീഡിയോയുടെ താഴെ തന്നെ ഞാൻ റീസ്റ്റാർട്ടിൻ്റെ മുഴുവൻ സിലബസ്, ഇതിന് മുഴുവൻ സിലബസ് ഉണ്ട്, ഷെഡ്യൂൾ. അതിൻ്റെ ലിങ്ക് ഡൗൺലോഡിനിടാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തു. സോ കീപ് വാച്ചിങ്. ആൻഡ് അടുത്ത പ്രാവശ്യം 2025 എന്തായാലും ലെറ്റ്സ് മേക്ക് അവർ ബെസ്റ്റ് പ്രിപ്പറേഷൻ, ലെറ്റ്സ് ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് വി ഡോണ്ട് ഫെയിൽ. ഓക്കെ, സോ കീപ് ഗോയിങ്, കീപ് വാച്ചിങ് IAS Factor.